ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ചെമ്മീനപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നെടുത്ത് വെച്ച ചെമ്മീനാണ്. ഇതിൽ വെള്ളം ഒട്ടും ഉണ്ടാവരുത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് അരമണിക്കൂർ മാറ്റി വെക്കണം. ഇനി ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. ഞാനിത് 2 കപ്പ് പുഴുക്കലരി ക്ലീൻ ചെയ്ത് കുതിർത്ത് വെച്ച അരിയാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രൈൻഡറിലും അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങ, ഒരു സവാള അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, ആവശ്യത്തിന് ഉപ്പ്, അരക്കാൻ പാകത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് നല്ലോണം അരച്ചെടുക്കണം. ഇത് ചൂടായ ഒരു പാനിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. ചെറിയ തീയിൽ വെച്ച് വാട്ടിയെടുത്താൽ മതി. നമുക്ക് ബോൾസാക്കി എടുക്കാൻ പാകത്തിന് ഒന്ന് തിക്കാക്കി എടുക്കണം. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയാകും. നല്ലോണം തണുത്തതിന് ശേഷം ഇത് കുഴച്ചെടുക്കാം. ഇത് ബോൾസാക്കിയെടുത്ത് കൈവെള്ളയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കണം. അങ്ങനെ കട്ടിക്ക് പരത്തണ്ട, തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച ചെമ്മീൻ ഇതിൽ വെച്ച് ഒന്ന് റോളാക്കി എടുക്കണം. ഇതുപോലെ എല്ലാ മാവും ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് സ്റ്റീമാക്കി എടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് നിരത്തി വെക്കണം. മുകളിലോട്ട് അങ്ങനെ ഒന്നിച്ച് വെച്ച് കൊടുക്കണ്ട. ഇത് സോഫ്റ്റ് ആയിട്ടുള്ളൊരപ്പമാണ്. അപ്പോൾ അത് പൊടിഞ്ഞു പോകും. വലിയ സ്റ്റീമറാണെങ്കിൽ ഒന്നിച്ച് തന്നെ സ്റ്റീമാക്കി എടുക്കാം. എന്നിട്ടിത് 15-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ ഇതിൽ നിന്നും എടുക്കാവൂ. ഇനി ഇത് മുക്കി പൊരിക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിന് 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ തിക്കായിട്ടുള്ള മസാലയല്ല, കുറച്ച് ലൂസായിട്ട് തന്നെ മസാല തയ്യാറാക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അപ്പം ഈ മസാലയിൽ മുക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു പാകം മൊരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാ അപ്പവും ഇങ്ങനെ ചെയ്തെടുക്കുക. ഇത് ഈ ഒരളവിൽ 15 അപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇഫ്താറിനൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.